ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ നിർണായക വഴിത്തിരിവായി പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത തമിഴ്നാട് സ്വദേശി ഡി മണി പരസ്യമായി പൊട്ടിക്കാരനും ആത്മഹത്യാ ഭീഷണി മുടക്കിയും രംഗത്തെത്തി. താൻ തികച്ചും നിരപരാധിയാണെന്നും തന്നെ വേട്ടയാടരുതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തെയും മതവിശ്വാസികളെയും ഒരുപോലെ മുൾമുനയിൽ നിർത്തുന്ന ശബരിമല സ്വർണ്ണക്കടത്ത് വിവാദത്തിലെ ഏറ്റവും പുതിയ നാടകീയ രംഗങ്ങളാണ് ഇപ്പോൾ ദിണ്ടിഗലിൽ അരങ്ങേറുന്നത്. കേസിലെ മുഖ്യ കണ്ണിയെന്ന് സംശയിക്കുന്ന വ്യക്തിയുടെ ഈ പ്രതികരണം അന്വേഷണ സംഘത്തെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. തന്നെ അന്വേഷണ സംഘം മോശമായാണ് ചിത്രീകരിക്കുന്നതെന്ന് ഡി മണി ആരോപിച്ചു. താനൊരു സാധാരണക്കാരനാണെന്നും കഠിനാധ്വാനം ചെയ്താണ് ജീവിതത്തിൽ പടിപടിയായി വളർന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഒരു കവർച്ചാ സംഘവുമായും തനിക്ക് ബന്ധമില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമലയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് മണി പറഞ്ഞു. ഞാൻ ഇതുവരെ ശബരിമലയിൽ പോയിട്ടില്ല. കേരളത്തിലേക്ക് ഞാൻ അധികം വരാറുമില്ല. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ക്രൂശിക്കുകയാണ് വിതുമ്പിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. തന്റെ പേരിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി. തന്റെ പേര് ഡി മണി അല്ലെന്നും MS മണി എന്നാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. എന്നാൽ പോലീസ് രേഖകളിൽ ഇയാൾ ഡി മണി തന്നെയാണെന്നാണ് വ്യക്തമാകുന്നത്. മണിയുടെ സംഘാംഗമെന്ന് പോലീസ് സംശയിക്കുന്ന ശ്രീകൃഷ്ണൻ എന്നയാളെ തനിക്ക് അറിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രവാസി വ്യവസായി നൽകിയ മൊഴിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും മണി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിലപാടെടുത്തു. താൻ ഉപയോഗിക്കുന്ന സിം കാർഡിനെ കുറിച്ചും മണി വിശദീകരിച്ചു. തന്റെ ഉറ്റ സുഹൃത്തായ ബാലമുരുകന്റെ പേരിലുള്ള സിം കാർഡാണ് താൻ ഉപയോഗിക്കുന്നത്. സുഹൃത്തും പാവമാണെന്നും തങ്ങൾ രണ്ടുപേർക്കും ഈ കേസുമായും ഒരു ബന്ധവുമില്ലെന്നും മണി പറഞ്ഞു.